ഹായ് എവരിവൺ, ദിസ് ഇസ് ജെബിൻ സേവ്യർ. എല്ലാവരും ഇപ്പോൾ ചാടി കയറി iOS 27 ബെയ്റ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുറേയധികം ബഗ്ഗുകൾ വരുന്നുണ്ട്, ബാറ്ററി ഡ്രെയിൻ ഉണ്ട്, പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട്, ആപ്പ് ക്രാഷ് ആവുന്നുണ്ട്, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിന്തിക്കുന്ന സൊല്യൂഷനാണ് എങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്യാം, 27 26 എങ്ങനെ ചെയ്യാം. അതിന് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. സിമ്പിൾ മെത്തേഡ് ആണെങ്കിലും എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 27 26 മാത്രമല്ല, ഏത് സോഫ്റ്റ്വെയർ ഒന്നും ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതേപോലുള്ള ആപ്പിൾ കോൺസർ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ ദിസ് ഇസ് ജെബിൻ സേവ്യർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു പ്രോസസ്സിന് റിക്വയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PC. അത് മാക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വിൻഡോസ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു PC വേണം. കാരണം ഈ ഒരു PC-യിലൂടെ ആയിരിക്കും ഡിവൈസ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകാം. സിസ്റ്റത്തിൽ നമുക്ക് സഫാരിയോ ഗൂഗിൾ ക്രോമോ വാട്ടെവർ ഈ ഒരു IPSW.me എന്ന് പറഞ്ഞ ഫയൽ അല്ലെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യണം. വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു വെബ്സൈറ്റിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ ലഭിക്കുന്നത്. IPSW ഫയൽ എന്നാണ് പറയുന്നത്. ഐഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ. ഇവിടെ മൾട്ടിപ്പിൾ ആയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഐഫോൺ, ഐപാഡ്, മാക്ബുക്ക്, ഏതാണ് നിങ്ങളുടെ ഡിവൈസ് അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഐഫോൺ എടുക്കാം. ഐഫോൺ സെലക്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഡിവൈസുകളുടെ എല്ലാത്തിനെയും മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. 17E, 17 എയർ എന്നിങ്ങനെ. ഞാനിപ്പോൾ iPhone 11 നിന്നാണ് ഈ പറയുന്ന റീസ്റ്റോറിങ് അല്ലെങ്കിൽ ഡൗൺഗ്രേഡിങ് ചെയ്യുന്നത്. നേരെ നമുക്ക് iPhone 11 ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് ആഡ് ക്ലോസ് ചെയ്യാം. iPhone 11 എടുത്തപ്പോൾ ഇപ്പോൾ ആപ്പിൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 26 ഫയലാണ്. അത് iOS 26.5 ആണ്. 26.5.1 ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് IPSW ഫയലായിട്ട് ലഭിച്ചിരിക്കുന്നത് iOS 26.5 ആണ്. ഈ ഒരു ഫയല് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം ഈ പറയുന്ന ഇത് കണ്ടോ, ഞാനിവിടെ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഈ ഒരു ഫയല് എപ്പോഴും ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുക. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേയധികം ഫയൽസ് ഉണ്ടെങ്കിൽ തപ്പിപ്പിടിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഡിവൈസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിലിടാൻ പറയുന്നത്. ഇനി ഈ ഒരു സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറും ഫോണും കണക്ട് ചെയ്യണം. iPhone 11 ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ്നിങ് ആണ് വരുന്നത്. ലൈറ്റ്നിങ് ടു USB-C നമ്മുടെ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി USB-C ടു USB-C ആണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. വാട്ടെവർ നിങ്ങളുടെ ഡിവൈസിൻ്റെ ആ ഒരു കണക്റ്റിംഗ് വയർ ഏതാണ് അത് വെച്ച് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഡിവൈസ് കണക്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ട്രസ്റ്റ്. നിങ്ങളുടെ ഡിവൈസ് ഐഫോണും മാക്കും അല്ലെങ്കിൽ ഐഫോണും വിൻഡോസ് ലാപ്ടോപ്പോട് ട്രസ്റ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ ട്രസ്റ്റ് കൊടുക്കുക, നിങ്ങളുടെ പാസ്കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഡിവൈസ് രണ്ടും കൂടെ സിങ്ക് ആയിട്ടുണ്ട്. ഇനി വിൻഡോസ് ആണെങ്കിൽ 2 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡൗൺഗ്രേഡിങ് പ്രോസസ്സിന് യൂസ് ചെയ്യാം. ഒന്ന് iTunes എന്ന് പറയുന്നത്, 2 ആപ്പിൾ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. 2 ആപ്ലിക്കേഷൻസും വിൻഡോസിലും മൈക്രോസോഫ്റ്റിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഫൈൻഡർ എടുത്തു. ഫൈൻഡർ ആപ്പ് എടുത്തപ്പോൾ ഈ ഒരു സെലക്ഷൻ ബാറിൽ നമ്മുടെ ഐഫോൺ കാണിക്കുന്നുണ്ട്, iPhone 11 കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വിൻഡോസ് പേജിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫൈൻഡർ പേജിൽ കാണിക്കുന്നത് ജനറൽ, മ്യൂസിക്, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു പ്രോസസ്സിലാണ് അല്ലെങ്കിൽ ഈ ഒരു പേജിലാണ് നമ്മുടെ ഡിവൈസ് റീസ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐഫോണിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അതാണ് ബാക്കപ്പും ടേൺ ഓഫ് ഫൈൻഡ് മൈ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഐഫോണിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഐഫോണിൽ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ നേരെ നമ്മുടെ ജനറൽ എടുക്കാം. ജനറൽ സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS 27 ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഡിവൈസിന് എപ്പോഴും ഒരു ബാക്കപ്പ് എടുത്തു വെക്കുക. കാരണം നിങ്ങളുടെ ഈ പറയുന്ന റീസ്റ്റോറേഷനോ അല്ലെങ്കിൽ ഡൗൺലോഡോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡാറ്റയും മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻസിൻ്റെ ഡാറ്റ ഒന്നെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം. എപ്പോഴും ഡിവൈസിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തന്നെ ബാക്കപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത് ഫാസ്റ്റായിട്ട് റീസ്റ്റോർ ആവാൻ നമ്മളെ സഹായിക്കും. ഞാനിവിടെ ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നത്. നേരെ നമ്മുടെ സെറ്റിങ്സിൽ
ആപ്പിൾ അക്കൗണ്ട് എടുത്തിട്ട് iCloud എടുക്കാം. iCloudൽ എൻ്റെ പ്രൈമറി ആയിട്ട് വേണ്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഞാനിവിടെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് ബാക്കപ്പ് iCloud ബാക്കപ്പ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ബാക്കപ്പ് ഓൺ ആണ്. ലാസ്റ്റ് ബാക്കപ്പ് ചെയ്ത ടൈമും ആ ഡിവൈസിൻ്റെ എത്രത്തോളം സ്റ്റോറേജ് എടുത്തിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഡാറ്റ, എന്തൊക്കെ ഫയൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. സോ എൻ്റെ ഡിവൈസ് ബാക്കപ്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഫോട്ടോസും നമ്പേഴ്സൊക്കെ വേണമെന്നാണെങ്കിൽ നമ്പേഴ്സും ബാക്കി കാര്യങ്ങളും വേണമെങ്കിൽ നമ്പേഴ്സ് ഓൾറെഡി ഈ പറയുന്ന iCloudൽ സിങ്ക്ഡ് ആയിരിക്കും, ഗൂഗിളിലും സിങ്ക്ഡ് ആയിരിക്കും. ഫോട്ടോസ് വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ എല്ലാ ഫോട്ടോസും ബാക്കപ്പ് ചെയ്യുക. ബാക്കപ്പ് ചെയ്തതിന് മാത്രം ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. അല്ലെങ്കിൽ ഡിവൈസിലെ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. സോ സെറ്റിങ്സിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് അടുത്ത വരുന്നൊരു കാര്യമാണ് ടേൺ ഓഫ് ഫൈൻഡ് മൈ എന്ന് പറയുന്നത്. നേരെ ഫൈൻഡ് മൈ ആപ്പ് നമ്മുടെ സെറ്റിങ്സിൽ iCloud നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഫൈൻഡ് മൈ എന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ ഫൈൻഡ് മൈ ഓപ്ഷനിൽ ഏറ്റവും പൊക്കത്ത് ഫൈൻഡ് മൈ ഐഫോൺ എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നിങ്ങളുടെ ഫൈൻഡ് മൈ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ ഗ്രേ കളറിൽ കാണും, അതായത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് നിങ്ങൾ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷനാണ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഓഫ് ചെയ്യണം. അതിന് നേരെ ബാക്കിലേക്ക് പോകാം. ബാക്കിൽ പോയി കഴിഞ്ഞിട്ട് ഫേസ് ടൈം അല്ലെങ്കിൽ ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് ഉണ്ട്, അത് ആക്സസ് ചെയ്യാം. ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് നമുക്ക് ജസ്റ്റ് പാസ്വേഡ് അടിച്ച് ടാപ്പ് ചെയ്യാം. ഈ പറയുന്ന ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക. ചില ആൾക്കാർക്ക് ഈ ഫെമിലിയർ ലൊക്കേഷൻ അല്ല, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അല്ല, നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് വെച്ചൊക്കെയാണ് ഈ പറഞ്ഞ സാധനം ടേൺ ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്തെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ 1 ഡേ വരെ ഈ പറഞ്ഞ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ അൺലോക്ക് ആണെങ്കിൽ ഓഫ് ആണെങ്കിൽ ടൈം ചോദിക്കും. ബിക്കോസ് ഡിവൈസ് ആയാലും കട്ടൊന്നും പോയി കഴിഞ്ഞാൽ അയാൾക്ക് നമ്മുടെ ഡിവൈസിലെ ഫൈൻഡ് മൈ ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ പോലെ അല്ലെങ്കിൽ സെക്യൂരിറ്റി പോലെ. ഇത് ഞാൻ എങ്ങനെ ഓഫ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഫെമിലിയർ ആയിട്ട് എൻ്റെ വീട്ടിലിരുന്നാണ്, എൻ്റെ വൈഫിലിരുന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓഫ് ചെയ്യുന്നത്. സോ എൻ്റെ ഡിവൈസിന് അറിയാം എൻ്റെ ലൊക്കേഷൻ ഇതാണ്, ഞാൻ യൂസ് ചെയ്യുന്ന വൈഫൈ ഇതാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റിയത്. സോ ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്താൽ നേരെ ആപ്പിൾ ഐ ഡിയുടെ ഓപ്ഷനിലേക്ക് പോകാം. ഫൈൻഡ് മൈ എടുക്കാം. ഫൈൻഡ് മൈ നമുക്ക് ഓഫ് ചെയ്യണം. ഫൈൻഡ് മൈ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഐ ഡിയുടെ പാസ്കോഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഫൈൻഡ് മൈ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്യുമ്പോൾ ഇനി എൻ്റെ പാസ്കോഡ് ചോദിക്കും. ഇതേ കണ്ടോ, എൻ്റെ പാസ്കോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാസ്കോഡ് ടൈപ്പ് ചെയ്ത് ടേൺ ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ പാസ്കോഡ് അടിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ടേണിങ് ഓഫ് ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ മാക്ബുക്കിലേക്ക് ഈ പറഞ്ഞ ഡിവൈസ് ബാക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനോ എനിക്ക് പറ്റുള്ളൂ. ബാക്കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വേർഡല്ല. റീസ്റ്റോറോ അല്ലെങ്കിൽ ഡൗൺലോഡോ ചെയ്യാൻ പറ്റുള്ളൂ. മേക്ക് ഷുവർ നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ഈ പറഞ്ഞ ഫൈൻഡ് മൈ ഓഫ് ചെയ്തിട്ട് മാത്രം ആക്ടിവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ടിവേഷനോ അല്ലെങ്കിൽ ഡൗൺഗ്രേഡോ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ മൂന്നാം സ്റ്റെപ്പ് PC-യിൽ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോണിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ ഡിവൈസ് ലോക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഐഫോൺ ലോക്കാണ്. ചിലവർ റിക്കവറി മോഡിലിട്ടിട്ട് ഈ പറഞ്ഞ ഡിവൈസ് റീസ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാറുണ്ട്. റിക്കവറി മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്ത്, നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ലോഗോ കാണാൻ വേണ്ടി നമ്മൾ ഞെക്കി പിടിക്കില്ലേ, ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈസ് മാക്ബുക്കിലോ സിസ്റ്റത്തിലോ കണക്റ്റഡ് ആണ്, വയർ കണക്ട് ചെയ്തുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണ് നമുക്ക് റിക്കവറി മോഡിലേക്ക് എൻ്റർ ആവുന്നത്. ഇനി റിക്കവറി മോഡിന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വോളിയത്തിൻ്റെ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക. ഈ പവർ ബട്ടണിൽ ഓട്ടോമാറ്റിക്കലി റിക്കവറി മോഡിന് എക്സിറ്റ് ആയിട്ട് ഈ പറഞ്ഞ ഡിവൈസ് ബൂട്ടപ്പ് ചെയ്ത് പഴയ മോഡലിലേക്ക് തന്നെ വരും. സോ നമുക്ക് അത്രയും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമില്ല. ഡിവൈസ് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഡയറക്റ്റായിട്ട് എൻ്റെ ഡിവൈസ് ബാക്കപ്പാന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഇനി നമ്മുടെ ഡിവൈസ് റീസ്റ്റോർ ചെയ്യാം. നമ്മുടെ മാക്ബുക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ റെസ്റ്റോർ അല്ലെങ്കിൽ റീസ്റ്റോർ ഐഫോൺ എന്ന ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിവൈസിൻ്റെ കണക്ട് ചെയ്യുന്ന വയർ പ്രോപ്പർ ആയിരിക്കണം. ഇടയ്ക്ക് വെച്ച് ബഗ് ആവാനോ ഇടയ്ക്ക് വെച്ച് ഊടിപ്പോകാനോ ചാൻസ് കൊടുക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ പണി കിട്ടും. സോ ഈ പറയുന്ന റീസ്റ്റോർ ഓപ്ഷൻ എടുക്കാം. മാക്ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കീബോർഡിലുള്ള ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാൻ. അല്ല, വിൻഡോസ് ആണെങ്കിൽ ഷിഫ്റ്റാണ് ഞെക്കി പിടിക്കേണ്ടത്. ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ മാക്ബുക്ക് ആയതുകൊണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ
നമുക്ക് ഒരു ഫൈൻഡർ പേജ് ഓപ്പൺ ആയി വരും. എവിടെ നോക്കുമ്പോൾ മനസ്സിലാവും iOSൻ്റെ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഈ പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡൗൺലോഡ് ചെയ്ത ഫയലാണ് ഇനി എൻ്റെ ഡിവൈസിലേക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ അവിടെ ഓപ്പൺ കൊടുത്തപ്പോൾ യുവർ മാക് വിൽ ഇറേസ് ആൻഡ് റീസ്റ്റോർ യുവർ ഐഫോൺ ടു iOS 26.5 ആൻഡ് വിൽ വെരിഫൈ ദ റെസ്റ്റോർ വിത്ത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് റീസ്റ്റോർ കൊടുത്തു. ഇനി മൊത്തം കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് എൻ്റെ IPSW ഫയൽ റീസ്റ്റോർ ചെയ്തു, അത് ഓപ്പൺ ചെയ്ത് എൻ്റെ മാക്ബുക്ക് ഐഫോണിലേക്ക് ഈ പറഞ്ഞ പഴയ OS ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ നമ്മൾ വേറെ ഒരു കാര്യവും ചെയ്യരുത്. ഇതിൽ ഫണ്ടമെൻ്റലായ കാര്യം പറയുന്നത് ഈ പറയുന്ന എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ബാക്കി കാര്യം ചെയ്യുമ്പോഴും മേക്ക് ഷുവർ നിങ്ങളുടെ ലാപ്ടോപ്പും കണക്റ്റഡ് ആയിരിക്കണം. കാരണം അതിനും ജ്യൂസ് വേണം. ഈ പറയുന്ന macOS അല്ലെങ്കിൽ മാക്ബുക്ക് കണക്ട് ചെയ്ത് ഐഫോണിലേക്കും ഒരു ബാറ്ററി യൂസ് കൊടുക്കുന്നുണ്ട്. സോ മേക്ക് ഷുവർ ഈ പറഞ്ഞ എല്ലാ ഡിവൈസും പ്ലഗ്ഡ് ഇൻ ആണ്. അതോടൊപ്പം കറക്റ്റ് നല്ല വയേഴ്സ് യൂസ് ചെയ്യുക. വേറെതും കൊണ്ടല്ല, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രിപ്പയറിങ് ഐഫോൺ ഫോർ റീസ്റ്റോർ എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു iOS 27 iOS 26 പോകുമ്പോൾ എൻ്റെ ഡിവൈസിൽ ഇപ്പോൾ ഐഫോണിൽ ജസ്റ്റ് ആപ്പിൾ ലോഗോ മിന്നി മറിഞ്ഞു. മൾട്ടിപ്പിൾ ടൈംസ് ഈ പറഞ്ഞ ആപ്പിൾ ലോഗോ മിന്നി മറിഞ്ഞു പോകും. അതൊരു ബഗ്ഗോ പ്രശ്നമല്ല. ഇതേപോലെ നമ്മുടെ ഫോൺ റീസ്റ്റോർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും റെസ്റ്റോർ ഈസ് കംപ്ലീറ്റ്. ഇവിടെ ചെറിയൊരു ബട്ടൺ ലോഡിംഗ് ഉണ്ട്. ഈ ഒരു ബട്ടൺ കൊണ്ട് ലോഡ് ചെയ്തേനാൽ എൻ്റെ ഡിവൈസ് ഗെറ്റ് സ്റ്റാർട്ടഡ് കണ്ടോ, എൻ്റെ ഡിവൈസ് iOS 26 വന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പഴയ ആപ്ലിക്കേഷൻസ് എല്ലാം, ഇൻക്ലൂഡിങ് വിജറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ iOS 26 റൺ ചെയ്യുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് ജനറൽ എടുക്കാം. ജസ്റ്റ് ഒന്ന് ജനറൽ എടുക്കാം. ഇച്ചിരി ലാഗിയാണ്, അറിയാലോ, ഇനീഷ്യലായിട്ട് എടുത്തുകൊണ്ട്. നമുക്ക് മനസ്സിലാവും iOS 26 ഇപ്പോൾ ഡിവൈസ് റൺ ചെയ്യുന്നത്. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ അടിപൊളി കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൾ കമ്മ്യൂണിറ്റി ലഭിക്കും. സോ എന്തായാലും ഫോളോ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക.